തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. കുറേയേറെ കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിക്കലും ഒക്കെ നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഷഫീദ് റാവുത്തർ, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷമുള്ള തൊട്ടടുത്ത ദിവസമാണ്. വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ ഗതിവിഗതികളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറുകൾ ചർച്ചയാകും. UDF-നെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഈ 2020 എന്നുള്ള കാര്യമൊന്നും അവർ ഈ പുറത്തവകാശവാദമായി പറഞ്ഞെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സാധ്യമാകുമെന്ന് അവർ കരുതിയില്ല. കാരണം പല ലോക്സഭാ മണ്ഡലങ്ങളിലും MP-മാരുടെ പ്രവർത്തനം സംബന്ധിച്ച വലിയ തരത്തിലുള്ള വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ UDF ക്യാമ്പിനെ അപ്പാടെ ഞെട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് 18 എന്ന സംഖ്യയിലേക്ക് ഇങ്ങനെ ഒരു പോക്ക്. അതും വടകരയിലും അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ എറണാകുളത്തടക്കം വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തു അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി, അതല്ല പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ്, അതിൽ പാലക്കാട് ഉറപ്പിക്കേണ്ടത് UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. ചേലക്കരയെ സംബന്ധിച്ചും സമാനമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കടക്കം UDF-ന് ലഭിച്ച ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് 20-18 എന്നുള്ളൊരു കാര്യം. ആ രീതിയിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ചില തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതും അവർ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ BJP-യെ നേരിട്ടെതിർക്കുന്നത് തങ്ങളാണ് എന്നുള്ളൊരു പ്ലേസ്മെന്റ്, അങ്ങനെ ഒരു ധാരണയോടുകൂടിയാണ്, ഒരു പരസ്യ ധാരണയോടുകൂടിയാണ് അവർ അതുമായി ബന്ധപ്പെട്ട് K. മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നത്. എന്നാൽ 1 ലക്ഷം വോട്ടിന്റെ കുറവ്, അല്ലെങ്കിൽ 1 ലക്ഷം വോട്ടിന് പിന്നിൽ പോവുക എന്നുള്ളത്, തൃശ്ശൂരിൽ പിന്നിൽ പോവുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു നാണക്കേടായി മാറി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അക്കാര്യത്തിൽ വിശദമായ പരിശോധന അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പ്രത്യേകിച്ച് K. മുരളീധരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച കാര്യം, അതായത് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രിയും അടക്കം വന്നപ്പോൾ തനിക്ക് വേണ്ടി ആര് തൃശ്ശൂരിലെത്തി? അത്രയും ടൈറ്റ് ഫൈറ്റ് നടന്നൊരു മണ്ഡലത്തിൽ, പ്രസ്റ്റീജിയസ് മണ്ഡലത്തിൽ തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ആരിറങ്ങി എന്നുള്ള ചോദ്യം നിലവിൽ ഇപ്പോൾ K. മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീണ്ടും ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തലവേദനയായി ഇനി വരും ദിവസങ്ങളിൽ മാറും. രണ്ടാമത്തെ കാര്യം, പല മണ്ഡലങ്ങളിലും നടന്ന ടൈറ്റ് ഫൈറ്റാണ്. BJP കട്ടയ്ക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആറ്റിങ്ങലിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആലപ്പുഴയെ സംബന്ധിച്ചാണ് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് BJP രണ്ടാമതെത്തി. ശശി തരൂരിന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചെങ്കിൽ കൂടി അത് ഒരു വലിയ ഫൈറ്റായിരുന്നു. ആറ്റിങ്ങലിൽ V. മുരളീധരൻ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും UDF-നെ സംബന്ധിച്ച് അടൂർ പ്രകാശ് വെറും 1500ഓളം വോട്ടുകൾക്കാണ്, ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. അതും സ്വാഭാവികമായും തൊട്ടു പിന്നാലെ 2 സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. ഇടത് സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു, BJP കാൻഡിഡേറ്റും ഉണ്ടായിരുന്നു. ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ, KC വേണുഗോപാലിനെ പോലെ അധികായൻ മത്സരിക്കുന്ന ആലപ്പുഴയിൽ പോലും ആ രീതിയിലുള്ളൊരു പ്രകടനം BJP നടത്തിയെങ്കിൽ സ്വാഭാവികമായും UDF-ഉം അക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും മറ്റു ചില കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് UDF-ന്റെ വരും ദിവസങ്ങളിലെ ചർച്ചകൾ പുരോഗമിക്കും. വലിയ ആത്മവിശ്വാസമുണ്ട് UDF-ന്. ആ ആത്മവിശ്വാസവുമായിട്ടായിരിക്കും UDF വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുക. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.